അങ്ങനെ ഞങ്ങൾ പ്രണവ് മോഹൻലാൽ നായകനായ DS ഇറെ കണ്ടിറങ്ങിയിരിക്കുകയാണ്. ഭൂതകാലം സ്റ്റിൽ മൈ ഫേവറേറ്റ് ഞാൻ പറയും. ബിക്കോസ് ഭൂതകാലം ഈസ് സംതിങ് വെരി 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 ഡിഫറെൻറ്റ്. പക്ഷെ അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു പടമാണ് ദ ഹൊറർ ജോണറിൽ വന്ന DS ഇറെ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പടം. ചില സീനുകളൊക്കെ എസ്കലേറ്റ് ചെയ്ത ലൈറ്റിൻ്റെ ഷെയ്ഡ് വെച്ചും മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് വെച്ചും എങ്ങനെയാണോ ഒരു ഹൊറർ ഫിലിമിൽ ആ പ്രോപ്പർട്ടീസൊക്കെ വെച്ചിട്ട് ഒരു ഹൊറർ ഫീൽ കൊണ്ടുവരണ്ടേന്നുള്ളതൊക്കെ ഒരു എന്താ പറയുക ഹോളിവുഡ് ലെവൽ ഐറ്റം, ജാതി ഐറ്റം എന്ന് പറയും. അതായത് സാധാരണ ഇങ്ങനത്തെ ഹൊറർ പടത്തിൽ കയറുമ്പോൾ തിയേറ്ററിൽ അധികം ഹൊറർ പടങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കംപ്ലീറ്റ് സൈലൻസ് ആയിരിക്കും. ചില സീനുകളൊക്കെ ഭയങ്കര സൈലൻസ് ആവും. അപ്പോൾ ഈ തിയേറ്ററിൽ നിന്ന് അൺവാണ്ടഡ് ആയിട്ട് ആൾക്കാർ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇടും. ഈ പടത്തിൽ ഒറ്റൊരുത്തിനും അത് ഇടാനുള്ളതില്ല. കാരണം എന്താ അറിയോ, എന്ത് വരും അടുത്ത ഐഡിയ ഇല്ല. സ്നേഹ ചിരിക്കും മിക്ക പേടിയാ ഇവളച്ചാണോ ചിരിയാണോ കൊലച്ചിരിയാണോ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പേടിക്കാൻ റെഡ് ആയിട്ട് വന്നത് സിനിമ. നല്ല നല്ല മേക്കിങ്, ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അടിപൊളി. രാഹുൽ സദാശിവൻ അറിഞ്ഞു പണിയിട്ടുണ്ട്. അറിഞ്ഞു പണ്ണ് എന്നൊക്കെ പറഞ്ഞല്ലേ വേറെ നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതെ, ആ ഒരു മുഖത്ത് നല്ല എക്സ്പ്രഷൻ ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഭ്രമയുഗവും ഭൂതകാലവും റെഡ് റെയിനും ഇയാൾക്ക് പണി അറിയാൻ നമുക്ക് അറിയാം, പണി അറിയാം ഇയാൾക്ക്. അപ്പൊ ആ ഒരു എക്സ്പെക്ടേഷന്റെ ഒപ്പം തന്നെ അല്ലേ, ഒപ്പം തന്നെ പണിഞ്ഞു. ബട്ട് സ്റ്റിൽ അയാളുടെ ഫേവറേറ്റില്, അയാളുടെ അല്ല ഹിസ് വർക്ക് ഫേവറേറ്റിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഭൂതകാലം എന്നുള്ളത് ഞാൻ വീണ്ടും പറയുന്നു. ഓക്കെ, ബട്ട് ഇത് അതിന് ഒപ്പം തന്നെ നിൽക്കണ്ട. പടം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒട്ടും മറ്റേ സ്പൂൺ ഫീഡിങ് അല്ല. നമ്മളിങ്ങനെ കുറച്ച് ഗെസ് ചെയ്യും. പടം തുടങ്ങി കുറച്ച് നേരം നമ്മളിങ്ങനെ ഗെസ് ചെയ്യും, ഇതിപ്പോൾ എന്താ ഇങ്ങനെ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് തരും. പടം തുടങ്ങി കുറച്ചുകൂടി മുന്നോട്ട് പോയി ഒരു അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്ക് പടത്തിലെ ഹാപ്പനിങ്സ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലായി തുടങ്ങും. പടം കഴിയുമ്പോൾ നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ടാവും, ചോദ്യങ്ങൾ ഒരുപാട് എന്തായാലും എനിക്ക് തോന്നുന്നില്ല ആർക്കും ഒരു ആൻസർ കിട്ടിയ ഇറങ്ങി പോരാൻ പറ്റും. ഒരു അൺആൻസേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിനകത്ത്. എന്നാൽ ഡീപ്പായിട്ട് ചിന്തിക്കുമ്പോൾ അതിന് ഉത്തരങ്ങൾ നമ്മൾ ശരിക്കും പ്രേതങ്ങളെ കുറിച്ച് പറയുന്ന പോലെ തന്നെയാണ്. ഉത്തരം കിട്ടാത്ത ഒരുപാട് ആത്മാക്കളായിട്ട് നമ്മൾ അതിനോട് ഇറങ്ങിപ്പോരും. ഒരു രക്ഷ പ്രണവ് മോഹൻലാൽ മാൻ, നിങ്ങൾ എന്താണ് കണ്ടിന്യൂസ്ലി പടങ്ങൾ ചെയ്യാത്തത്? ഒരു ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് നിങ്ങൾ സിനിമ ചെയ്യുന്നില്ല കണ്ടിന്യൂസ്ലി? ഇത് 2 കൊല്ലത്തിലൊരിക്കല്, 1 കൊല്ലത്തിലൊന്ന്. അതുകൊണ്ട് നമുക്ക് എന്താ വെച്ചാൽ ഇയാളെ കാണാനുള്ള ഒരു ആഗ്രഹം എപ്പോഴും ഇങ്ങനെ ഉണ്ടാവുമല്ലോ. ജാതി പെർഫോമൻസ്, അയാൾക്ക് കൊടുത്ത ക്യാരക്ടർ എന്ത് വൈബ്രന്റ് സാധനം. കമോൺ അഭിലാഷ്, ഒരു ഹാർഡ് കോർ മോഹൻലാൽ ഫാനായിട്ട് നിങ്ങൾക്ക് എന്താണ് ലാലേട്ടന്റെ മകനെ കുറിച്ച് പറയുള്ളൂ? പറയൂ, 2 വാക്ക് പറയൂ. തുളുമ്പി നിൽക്കാണ് പറഞ്ഞ പോലെ തന്നെ അഭിനയിച്ച് തീർക്കണേ. അതായത് ഈ സിനിമന്റെ ഓപ്പണിംഗ് സീൻ ഉണ്ട് പ്രണവിന്റെ, എക്സ്പെക്ട് ചെയ്യില്ല ആരും, ഒരു മനുഷ്യൻ എക്സ്പെക്ട് ചെയ്യില്ല. ഇനിയിപ്പോ അങ്ങനെയൊക്കെ കണ്ടുപോവാന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോ സാധനങ്ങൾ വേറെ വന്നു, അതാ പറ്റിയത്. ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഓപ്പണിംഗ് സീന് പ്രണവിന്റെ. അത് പ്രത്യേകിച്ച് നമ്മൾ പ്രണവിനെ കുറിച്ച് കേൾക്കണത് വെച്ച് നോക്കുമ്പോ റേഞ്ച് മനസ്സിലായില്ല, മര്യാദക്ക് ഇരുന്നത് പിന്നെ അങ്ങോട്ട് ഇരിക്കാൻ പറ്റില്ല ആ ഒരു സീനിൽ മാത്രം. അതായത് ആ ഒരു ഓപ്പണിംഗ് സീൻ ഒരു ഒന്നൊന്നര ഓപ്പണിംഗ് സീന് പ്രണവിന്റെ. അത് കഴിഞ്ഞതിന് ശേഷം ആ ക്യാരക്ടറിന്റെ ഡിഫറെന്റ് ഷെയ്ഡ്സ് കാണി. ഒരു പോഷ്യയിൽ പോകുന്ന സമയത്ത് പാട്ടൊക്കെ പാടി ചില്ലടിച്ചു. അതായത് ആ ക്യാരക്ടർ ഒരു നിഗൂഢമാണ്, ഒരു നിഗൂഢമായ. ഞാൻ ആദ്യം വിചാരിച്ചു ഇനി ഇവനെ ചുറ്റിപ്പറ്റിയിട്ടാണോ ഐറ്റം മുന്നോട്ട് പോകണമെന്ന് വിചാരിച്ചു. ഒന്നും അല്ല മക്കളെ. ഫസ്റ്റ് ഹാഫാണ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫ് തുടങ്ങുമ്പോഴത്തേക്കും നമ്മുടെ ക്യൂരിയോസിറ്റിക്കുള്ള ആൻസേഴ്സ് കിട്ടി തുടങ്ങുമ്പോഴാണ് ഈ പടത്തിൻ്റെ റേഞ്ച് വിട്ടു പോണത്. അതായത് പ്രണവിൻ്റെ ക്യാരക്ടറിനെ ചുറ്റിപ്പറ്റി പിന്നെ ഒരു പോറ്റി എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിനെയും ചുറ്റിപ്പറ്റി പോകുന്ന ഒരു കഥ. ഈ കഥ അവിടുന്ന് നേരെ കേറിന്റെ കണ്ണൊക്കെ കാണുമ്പോ പ്രേതത്തിനെ എല്ലാരും കിട്ടുന്ന പെർഫോമൻസ്. അതല്ല മാത്രല്ല അത് ആ ആള് മരിച്ചതിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്തുള്ള ഒരു പെർഫോമൻസ് ഒരു രക്ഷയില്ല, അടിപൊളി. ഉറങ്ങാൻ പറ്റില്ല പറഞ്ഞ ശരിക്കും ഒരു സൈക്കോ മൂഡിക്ക് പോകുന്ന പോലെയൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യണ സാധനം. അതെ, അതായത് ഈ സംഗതിനകത്ത് ജിബിൻ ഗോപിനാഥാണ് മറ്റേ പോറ്റീൻ്റെ സാധനം ചെയ്തിട്ടുള്ളത്. അയാൾ അടിപൊളിയായിട്ട് ചെയ്തു ജിബിൻ.
പിന്നെ പ്രണവ് അടിപൊളിയായിട്ട് ചെയ്തു. പിന്നെ നമ്മളെ പോസ്റ്റർ ഒക്കെ ഉണ്ടാക്കുന്ന കുഞ്ഞമ്മ എന്താ പേര്? ജിബിൻ ജിബിൻ ഗോപി ജിബിൻ അയാളെ ഗോപി ഓർമ്മ ഉണ്ടോ? ഏതാ? നമ്മള് സംസാരിച്ചിട്ടുണ്ട് പ്രാവശ്യം. ദിലീപേട്ടന്റെ പ്രോഗ്രാമിന് പോയ സമയത്ത് ആ, മനസ്സിലായി. സംസാരിക്കുകയും ചെയ്തു. ഒരു രക്ഷയില്ല. അങ്ങേർക്ക് കൊടുത്ത റോൾ അങ്ങേർക്ക് അയാളെ മൊത്തം ആ നിഗൂഢത അയാളെ ഇതിലുള്ള ഓരോരുത്തരും അടിപൊളി. ജയാകുറുപ്പ്, കുറച്ച് ക്യാരക്ടേഴ്സ് ഉള്ളൂ. ജയാകുറുപ്പോ വേലക്കാരിയായിട്ട് വന്ന ജയാകുറുപ്പ് എന്താ ബോഡി സ്ട്രോങ് ശരിക്കും അവരങ്ങനെയാണ് നമുക്ക് തോന്നി. ഒരു രക്ഷയില്ല ഇതില് അഭിനയിച്ച അവര് ഓരോ അടിക്ക് നമ്മള് ലാലേട്ടന്റെ ഫൈറ്റ് ഒക്കെ കാണുമായിരുന്നു. നല്ല കിൻഡൽ വെയിറ്റ് ഉള്ള അടി. അത് മാത്രല്ല ഇതിലൊരു ക്യാമിയോ ഉണ്ട്. ആ ക്യാമിയോ എന്ന് പറഞ്ഞാൽ അയാൾ ഫിസിക്കലി ഇല്ല, പക്ഷെ അയാള് ഹിസ് പ്രസൻസ് ഈസ് ദെയർ. ആ ക്യാമിയോന്റെ ആ ക്യാമിയോ ഇനി ഒരു 10 സിനിമ ചെയ്താലും ഇങ്ങനത്തെ ഒരു പ്രസൻസ് കിട്ടും. നേരിട്ട് വന്ന് ചെയ്താലും അല്ലേ? ആ ഞാൻ നോക്കുമ്പോഴേ അയാൾ അഭിനയിക്കേണ്ട, അയാൾ ആ പ്രസൻസ് കൊണ്ട് മാത്രം ശരിക്കും നമുക്ക് അയാളെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സിനിമയിൽ. അയാളെ പ്രസൻസും നമ്മൾക്ക് ഫീൽ ചെയ്തു. അത് മാത്രല്ല ആ പ്രസൻസ് കൊണ്ട് നമുക്ക് എന്താ പറയാ അയാൾ ഉള്ള പോലെ തോന്നി. മനസ്സിലായോ? ശരിക്കും അയാള് അവിടെ വന്ന് നോക്കാറുണ്ട് എന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് നമുക്ക് ശരിക്കും അയാൾ നോക്കുന്നത് വിഷ്വൽ ഇങ്ങനെ കാണാൻ ഭയങ്കരമായി പോയി ആ സാധനം. അതൊക്കെ ഡയറക്ടർ എടുത്തു വെച്ച ബ്രില്യൻസ് ആണ്. കഥ പറയണതിന്റെ ബ്രില്യൻസ് ആണത്. പിന്നെ എസ്തെറ്റിക് കുഞ്ഞമ്മ അവര് പറഞ്ഞ പോലെ ചെക്കൻ എന്താ ചെക്കൻ ഒരു മരണം എസ്തെറ്റിക് കുഞ്ഞമ്മ പോസ്റ്റേഴ്സ് വർക്ക് ഒക്കെ ചെയ്യുന്ന എസ്തെറ്റിക് കുഞ്ഞമ്മ. അല്ലല്ല വർക്കിന്റെ പരിപാടി അതാണ്. അതിന്റെ പോസ്റ്റേഴ്സിന്റെ പരിപാടി ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല പെർഫോമൻസ്. അങ്ങനെ പടത്തിന്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ ഫസ്റ്റ് ഹാഫ് മൊത്തം പല സീനുകളും നമ്മളെ ശരിക്കും ഞെട്ടിച്ചു. അതിലൊരു ആക്സിഡന്റ് സീൻ ഉണ്ട്, അത് കാണുമ്പോ കണ്ണടച്ചു. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് പടത്തിന്റെ അല്ലേ ഗ്രാഫന്നെ വേറെ റേഞ്ചിക്ക് മാറിപ്പോയി. ആദ്യം കാണുമ്പോ നമുക്ക് ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അടിപൊളി. പിന്നീട് ആ വീട് കാണുമ്പോ തന്നെ വീടായി തുടങ്ങി. പിന്നെ എടുത്തു പറയേണ്ടത് ഇതിന്റെ മെയിൻ ആയിട്ടുള്ളതിന്റെ സൗണ്ട് വർക്കാണ്. ഒരു രക്ഷയില്ല. സൗണ്ട് ആരാ ചെയ്തെന്ന് നോക്കട്ടോ. ക്രിസ്റ്റോ സേവിയർ ഒരു രക്ഷയില്ല. ചില സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സാധനങ്ങളും നമ്മളെ പേടിപ്പിക്കുന്ന ഐറ്റം ഒക്കെ ഉണ്ടല്ലോ, വേറെ റേഞ്ചിൽ അടിച്ച ആ സാധനം. സിനിമാറ്റോഗ്രാഫി ജലാല് ഓഫ് ചില ഷോട്ട് ഉണ്ട് ആ വീടിന്റെ. ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ പല 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 മലയാള സിനിമകളിലും കണ്ടിട്ടുള്ളത് ഏതെങ്കിലും ഒരു പഴയ തറവാട് കാണിച്ച് പേടിപ്പിക്കില്ല. അതൊരു യൂഷ്വലാണ്. ഒരു തറവാടിന്റെ ലോങ് ഷോട്ട് വെച്ചിട്ട് ഇങ്ങനെ പാൻ ചെയ്ത് വന്ന് കുറച്ച് ഡിം ലൈറ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് യൂഷ്വലാ. ഇതൊരു മോഡേൺ വീട്, വൈഡൊക്കെ വെച്ച് ലക്ഷറി വീടൊക്കെ വെച്ച് ആ സാധനങ്ങളൊക്കെ മോഡേൺ രൂപത്തേക്ക് കൊണ്ടുവന്നതാ എനിക്ക് അങ്ങനെ പേടിപ്പിച്ച ആ വീട് വെച്ചിട്ട്. ഇനി ആ വീട്ടിലെ ആൾക്കാരെ താമസിക്കോ? ആ വീട് കാണുമ്പോ തന്നെ നമുക്ക് നോക്കി പോണ ഒരു വീട്. ആ വീട് നമുക്ക് ശരി ഇനി ആ വീട് ഒരു കൊലപാതകം നടന്ന വീട് പോലെയൊക്കെ കാണുമ്പോ തോന്നുന്നു. ഒരു രക്ഷയില്ലേ? അതിന്റെ വിലയൊക്കെ പറ്റ പോകുന്നതാണ്. അതേപോലെ മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റ് റോണക് സേവിയർ അതൊക്കെ വേറെ റേഞ്ച് ആയിട്ടൊക്കെ ആട്ടടിപൊളി. ഞങ്ങൾ ഒരു സിനിമയിൽ ഇങ്ങനെ എടുത്തു പറയല്ലോ. അതെന്താ എടുത്തു പറയുന്നത് എന്താ പറയാ നമുക്ക് അല്ലേ? അതെ, ഇതിൽ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ, പക്ഷെ എല്ലാം എടുത്തു പടം ചെറിയ പടാ, കുറച്ച് ടൈമുള്ളൂ പടം. പക്ഷെ പേടിച്ചിട്ട് എങ്ങനെയെങ്കിലും വിചാരിക്കാൻ പോയാ മതിയായി പോയി. സ്നേഹ എന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടിട്ടില്ല. അത് ഒരു ഹൊറർ മൂഡിൽ മാത്രമുള്ള പടമല്ല കേട്ടോ, ഇത് ത്രില്ലർ കൂടിയാണ്. അതായത് പ്രണവ് മോഹൻലാലിന്റെ ക്യാരക്ടർ, പിന്നെ അവിടെ ക്യാരക്ടറുമായിട്ടുള്ള ഒരു ഇതിൽ നടക്കുന്ന ഒരു ഇവന്റ്, ആ ഇവന്റിനെ ചുറ്റിപ്പറ്റി പോറ്റിയും ഈ ക്യാരക്ടറും കൂടി നടത്തുന്ന ഒരു ഇൻവെസ്റ്റിഗേഷന്റെ സാധനം കൂടി ഇതിനകത്തുണ്ട്. ദാറ്റ്സ് എ കൈൻഡ് ഓഫ് ത്രില്ലർ സാധനമാണ്, ഹൊറർ ത്രില്ലർ. വെറുതെ പ്രേതം തന്നെ വന്ന് ചെയ്തു പോകും. ഈ പ്രേതാവാനുള്ള കാരണം എന്താണ്? പിന്നെ ഫുള്ള് വിളിച്ചു, പിന്നെ ഫുള്ള് പകലടക്കുന്ന സംഭവങ്ങളും പാട്ടുണ്ടാവും. പടത്തിന്റെ മാത്രല്ല സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മനസ്സിലിട്ട് തന്നിട്ടാണ് സിനിമ. അതായത് നോർമൽ നമ്മള് ഒരു പാരനോർമൽ ആക്ടിവിറ്റി, ഇപ്പൊ ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സ് പോലത്തെ സീരീസ് കാണുമ്പോൾ പാരനോർമൽ ആക്ടിവിറ്റീന്റെ കുറെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ഇവർ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന്റെ മുകളിൽ. ഓക്കെ, അതായത് ചില മൈന്യൂട്ട് ഈ പ്രേതം എലമെന്റുകൾക്ക് മാത്രം വരുന്ന കുറെ ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ചെറിയ മറ്റേ ഗ്ലിച്ച് പോലത്തെ ലൈറ്റ്,
അങ്ങനെ കുറേ സാധനം അനോമലീസ് എന്നൊക്കെ പറയും ചില സാധനങ്ങൾ, അത് പാരനോർമൽ ആക്ടിവിറ്റി കാണുന്നവർക്കറിയാം. അങ്ങനത്തെ കുറേ സാധനങ്ങൾ വെച്ചിട്ടുള്ള പരിപാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹിഡൻ സാധനമാണ്. അപ്പോൾ ഈ പടം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് ഗോസ്റ്റ് അഡ്വഞ്ചേഴ്സോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടെങ്കിൽ ഈ പടം നിങ്ങൾക്ക് കുറച്ചും കൂടി ത്രില്ലിംഗ് ആവും ഈ പടം. കാരണം ഇതിൽ അതിൻ്റെയൊക്കെ കുറച്ച് എലമെൻസേ പറഞ്ഞു പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും മലയാളികൾക്ക് മേ ബി ആ സംഗതി ഒരു പുതിയൊരു ഐറ്റമായിട്ട് വരാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ഭയങ്കര വെയിറ്റിംഗ് ആണ്. പിന്നെ മാൻ ഇതിൽ ഭൂതകാലത്തിൻ്റെ റെഫറൻസ് വെച്ചത് അത് എനിക്കിങ്ങനെ ശരിക്കാണ് പൊന്തി, ചോമട്ട് പൊന്തിക്കത്. അത് ഞാൻ ഈ പടം കാണുമ്പോൾ ഞാനേ മാൻ ഇത് കാരണം നമുക്ക് ആ ഹിറ്റ് ചെയ്ത് ഭൂതകാലം പോലെ അത്രയും നല്ല കിണ്ണായിട്ടെന്ന്. പക്ഷെ ഭൂതകാലത്തിൻ്റെ റെഫറൻസിന് വന്നപ്പോഴേക്ക് മനസ്സിലായത് ഭൂതകാലത്തിൻ്റെ തട്ടൊരു മോളിൽ വെക്കും. തൈജുകുറുപ്പിൻ്റെ ഒരു സാധനമുണ്ട്, ചെറിയൊരു ഐറ്റമേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര സാറ്റിസ്ഫൈഡ്. യൂറോപ്പിനെ പറ്റി ഞങ്ങൾ പറയാനുണ്ട്, പടം വരട്ടെ, പറയാനുള്ളൊരു പടം വരും. അത് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോ അടുത്ത തൈജുകുറുപ്പിനെ കണ്ടാൽ നല്ല ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, നമുക്ക് ഒരുപാട് ഇഷ്ടം തോന്നിയ ഒരു മനുഷ്യൻ. അത് പ്രത്യേകം പറയാണ്ട് അടുത്ത പടം വരുമ്പോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ പരിപാടി നിർത്തുകയാണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ വേണമെങ്കിൽ ഈ പടം ഒന്നുകൂടി കാണും. അല്ല അത് മാത്രല്ല, വേറെ ഇമ്പോർട്ടന്റ് കാര്യം പറയാം. പ്രണവ് മോഹൻലാലിന് ഈ സാധനം കയറി പിടിക്കുമ്പോൾ ഉള്ളൊരു സംഗതി ഉണ്ട്, ഫുള്ള് പറയാനും പറ്റില്ല. പണ്ടാണ് നിലത്ത് കിടന്ന് ഇയാളുടെ ഒരു പെർഫോമൻസ് ശരിക്കും ബോറാക്കാൻ പറ്റുന്ന അത് അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഇയാള് വിരലിന്റെ ഒരു ക്ലോസ് ഷോട്ട് കാണിച്ചു ചായക്കപ്പില്, വിരലിന്റെ ഒരു ക്ലോസ് ഷോട്ട്. നായികന്റെ വീട്ടിലേക്ക് പോയിട്ട് ആ ഒരു കോണിപ്പടികൾ ഉണ്ടല്ലോ, അത് നോക്കുന്ന ഒരു സീനിൽ കറക്റ്റ് എനിക്ക് ലാലേട്ടനെ ഫീൽ ചെയ്തു. അടിപൊളി ക്ലോസപ്പ് വിരലിന്റെ വന്നപ്പോണ്ടല്ലോ, ഞാൻ ഒന്നിങ്ങനെ നോക്കി, ഇതെങ്കിയോ നോട്ട അതേപോലെ തോന്നിയത്. ഭയങ്കര രസമുണ്ടോ, രക്ഷീന അതിനെ മൂപ്പര് പൊളിച്ച് അല്ലേ, പടം മൊത്തം പൊളിച്ച് രക്ഷയില്ലാതെ. ഈ നൈറ്റ് പോയി കാണണം, ഇത് രാത്രി ഈ മൂഡ് കാണണം പടങ്ങൾ. രാത്രി ബുക്ക് ചെയ്താൽ നിങ്ങൾ രാത്രി പേടിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർ സിനിമ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പേടിച്ച് മെഴുകിയിരിക്കാനുള്ള. പിന്നെ തിയേറ്ററിൽ പോയിട്ട് ഇതിന്റെ അപ്പുറത്തിരുന്നൊരു ടീം പറയുന്നുണ്ട്, ഞാൻ തന്റെ വരയ്ക്കായിരുന്നു ചെന്തിനെ കൊടന്നേ. സെക്യൂരിറ്റി ചേട്ടൻ നേരെ വന്നിട്ട് ചെക്ക് ചെയ്യാൻ വന്നിട്ട് അയാളുണ്ട് 2 സീനുണ്ട്, അല്ലെങ്കിൽ ഞാൻ പോയിട്ട് പിന്നെ അയാൾ ഇറങ്ങി. അല്ലെങ്കിൽ പേടിച്ചിരിക്കുമ്പോൾ ചെക്ക് ചെയ്യാൻ വരുന്നത്. അൺആൻസേർഡ് ആയിട്ടുള്ള കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും പടം കണ്ടിറങ്ങുമ്പോൾ. അത് മേ ബി എനിക്ക് തോന്നുന്നു സെക്കൻഡ് പാർട്ടിന്റെ ഒരു ലീഡ് പോലെ. ഇതിലൊന്നും ക്ലൂ ഇല്ല കേട്ടോ, സെക്കൻഡ് പാർട്ട് വരുമോ ക്ലൂ ഒന്നുമില്ല. പക്ഷെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. സെക്കൻഡ് പാർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് അവസാനത്തേക്ക് ഒരു റെഡി ആവുള്ളൂ. ഇതും ഇതുക്കുള്ളിൽ വന്ന വേറൊരു ഇതും രണ്ടെണ്ണം ഉണ്ട്. ഇത് ഏത് രീതിക്ക് ഇവർക്ക് കൊണ്ടുപോവാ. എന്താണെങ്കിലും താങ്ക് യു അല്ലെ രാഹുൽ സദാശിവന്, താങ്ക് യു. ഭീകര പടം തന്നതിന് രക്ഷയില്ലേ. എൻജോയ് ചെയ്ത് ഈ അടുത്ത കാലത്ത് എൻജോയ് ചെയ്തു.